അങ്ങനെ ജോലിയൊക്കെ പോയി പണി കിട്ടി തുടങ്ങി. നിങ്ങൾ വിചാരിക്കും ഇത്ര ഹാപ്പി ആയിട്ട് എന്തിനാ ജോലി പോയ കാര്യം പറയുന്നതല്ലേ? എൻ്റെ ജോലി പോയ കാര്യമല്ല പറഞ്ഞത്. നമ്മുടെ 300K ഫോളോവേഴ്സുള്ള ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറായ നീരജ അമ്മോസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായില്ല എന്താണ് സംഭവം എന്ന്. അത് തന്നെ UK വിസ സ്കാം. അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയാം. UK എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു ഏജൻസി ഉണ്ടായിരുന്നു. അവർ UK സ്റ്റുഡൻറ്റ് വിസ അതുപോലെ തന്നെ കെയർ ഹോം വിസ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു തവണ അവർ പെയ്ഡ് പ്രൊമോഷന് വേണ്ടിയിട്ട് നീരജ അമ്മോസ് എന്ന് പറഞ്ഞ ഇൻഫ്ലുവൻസറെ കോൺടാക്ട് ചെയ്യുന്നു. അങ്ങനെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്തു. അതിനുശേഷം ഒരു ദിവസം ഈ നീരജ ഇട്ട് വാട്സപ്പ് സ്റ്റാറ്റസ് കാണാനിടയായി. അതായത് 8 കെയർ ഹോം വിസ അവൈലബിൾ ആണെന്ന് പറഞ്ഞ് നീരജ ഇട്ട സ്റ്റാറ്റസ് കണ്ടു. അങ്ങനെ ഇവർ നീരജനെ കോൺടാക്ട് ചെയ്യുന്നു. നീരജയുടെ ബെസ്റ്റ് ഫ്രണ്ടായ അമൽ ആണ് ഈ കെയർ ഹോം വിസയും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഇവർ നീരജ ത്രൂ വിസ അപ്ലൈ ചെയ്യുന്നു. ഒരാൾക്ക് 8 ലക്ഷം വെച്ച് ഇവർ എമൗണ്ട് കൈമാറി. ലാസ്റ്റ് COS കിട്ടിയ സമയത്ത് ഇത് ഡ്യൂപ്ലിക്കേറ്റ് COS ആയിരുന്നു, ഒറിജിനൽ ആയിരുന്നില്ല. അങ്ങനെ വിസ വെച്ച ആൾക്കാർക്ക് 10 വർഷത്തെ ബാൻ അടിച്ചു കിട്ടി. അവിടെ നിന്നാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം സ്റ്റാർട്ടാവുന്നത്. ഇപ്പം നീരജ പറയുന്നത് നീരജ ഇതിൽ മീഡിയേറ്റർ മാത്രമായിരുന്നു. നീരജയ്ക്ക് ക്യാഷോ കാര്യങ്ങളൊന്നും നീരജ വാങ്ങിയിട്ടില്ല, കമ്മീഷനൊന്നും വാങ്ങിയിട്ടില്ല എന്നാണ് നീരജ പറയുന്നത്. അമൽ ആണ് മെയിൻ കള്ളൻ എന്ന് പറയുന്നത്. മെയിൻ ആള് അമലാണ്. അമൽ ഇപ്പോൾ ഒളിവിലാണ്. അമൽ എവിടെയാണെന്നുള്ളത് ആർക്കും അറിയില്ല. അമൽ വെളിയിൽ വന്ന് ഇതിൻ്റെ ആക്ച്വൽ സംഭവങ്ങൾ എന്താണെന്നുള്ളത് പറഞ്ഞാൽ മാത്രമേ വ്യക്തത വരുള്ളൂ. നീരജയ്ക്ക് എത്രമാത്രം പങ്കുണ്ട്, അല്ലെങ്കിൽ നീരജ ക്യാഷ് വാങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ അമൽദേവ് വെളിയിൽ വരണം. എന്നാൽ മാത്രമേ സത്യാവസ്ഥ അറിയുള്ളൂ. പിന്നെ നീരജ ചെയ്തൊരു തെറ്റൊന്നും എന്താണെന്ന് വെച്ചാൽ, ഇൻഫ്ലുവൻസറാണ്, UK താമസിക്കുന്നത്, UK റൂൾസൊക്കെ അറിയുന്നൊരു വ്യക്തിയാണ്. UK നിയമം അനുസരിച്ച് ഇവിടെ കെയർ ഹോം വിസ ആയിക്കോട്ടെ എന്ത് വിസ ആയിക്കോട്ടെ വിസ ക്യാഷ് കൊടുത്ത് വാങ്ങുന്നത് ഇല്ലീഗലാണ്, നിയമപരമായിട്ട് തെറ്റാണ്. ഇത് ഈ ഒരു കാര്യം അറിഞ്ഞു വെച്ചുകൊണ്ട് ഇങ്ങനൊരു കാര്യത്തിന് സപ്പോർട്ട് ചെയ്ത് നിന്നു എന്നുള്ളതൊരു തെറ്റ് തന്നെയാണ്. മീഡിയേറ്ററായിട്ട് നിന്നു നീരജ, അതൊരു തെറ്റ് തന്നെയാണ്. ഇപ്പം ക്യാഷ് വാങ്ങിയോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. ഇങ്ങനൊരു ഇല്ലീഗലായിട്ടുള്ളൊരു കാര്യത്തിന് സപ്പോർട്ട് ചെയ്ത് നിന്നത് എന്തായാലും ഒരു തെറ്റ് തന്നെയാണ് നീരജ ചെയ്തത്. പിന്നെ അമൽ ഇനി എവിടെയാണെന്നുള്ളത് അറിയില്ല. അമൽ എപ്പോൾ പുറത്ത് വരുന്നു അപ്പോഴേ ഈ ഒരു കാര്യത്തിന് ശരിക്കുള്ളൊരു ക്ലാരിറ്റി വരുള്ളൂ. നീരജയ്ക്ക് എത്രമാത്രം ഇതിൽ ഇൻവോൾവ്ഡ് ആണ് എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ അമൽ പുറത്ത് വരണം. അങ്ങനെ ലാസ്റ്റ് ഇപ്പം നമുക്കറിയാൻ പറ്റിയത് നീരജയുടെ ജോലി പോയി. നീരജ കെയർ ഹോമിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, അവിടുത്തെ ജോലി പോയി എന്നാണ് അറിയാൻ പറ്റിയത്. ഇപ്പം ഇനി അടുത്തത് എന്താണ്, ഇനി ഈ ഒരു വിഷയത്തെപ്പറ്റി അറിയാൻ പറ്റുന്നത് നമുക്ക് ഇനി നോക്കിയിരിക്കാം എന്താണെന്നുള്ളത്. എന്തായാലും കർമ്മ എന്നൊരു സാധനം ഉണ്ടല്ലോ, നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഇന്നല്ലെങ്കിൽ നാളെ അതെന്തായാലും പുറത്ത് വരും. നമ്മൾ എത്ര നാൾ മൂടി വെച്ചാലും അത് പുറത്ത് വന്നിരിക്കും. അപ്പം നോക്കിയിരുന്ന് കാണാം നമുക്ക് എന്താണ് ഇനി അടുത്തത് പുറത്ത് വരുന്നതെന്നുള്ളത്. അപ്പോൾ ഓക്കെ, ബൈ.